ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പഡേ. കാർപ്പഡേത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ്, ഹിസ്റ്ററി, സെറ്റ്, അതുപോലെയുള്ള ചരിത്ര സംബന്ധമായ വിഷയങ്ങൾ ഉള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. സോ ഓരോ ദിവസവും പല ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഭാഗം കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇന്ന് ഡേ 1 കൺസെപ്റ്റ്, ഐഡിയാസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന സിലബസിലെ, പ്രത്യേകിച്ചും UGC നെറ്റിൻ്റെയൊക്കെ സിലബസിലെ ഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് 4 കൺസെപ്റ്റ് അല്ലെങ്കിൽ ടേംസ് ആണ്. അത് ഭാരതവർഷ, സഭാസമിതി, വർണ്ണാശ്രമ, വേദാന്ത എന്നീ ഭാഗങ്ങളാണ്. വളരെ ചെറിയ ഭാഗങ്ങളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാഗങ്ങൾ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഭാരതവർഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭാരതവർഷ എന്നതുകൊണ്ട് നിങ്ങളൊരു വർഷമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല, ഭാരതദേശം എന്നാണ് ഈ ഭാരതവർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ ഭാരതവർഷം അല്ലെങ്കിൽ ഭാരതം എന്നൊക്കെ പറയുന്നത് ഭരത എന്ന് പറയുന്ന ഒരു രാജാവിൽ നിന്നാണ്, അദ്ദേഹം ഭരിച്ചിരുന്ന ഒരു ദേശത്തിൽ നിന്നാണ് ഈ ഭാരതവർഷം ഉടലെടുക്കുന്നത്. ഈ ഭാരതൻ എന്ന് പറയുന്നത് ശകുന്തളയുടെയും അതുപോലെ ദുഷ്യന്തൻ്റെയും മകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാരതവർഷം എന്ന് പറയുന്ന ദേശം വലിയ ഒരു ദേശമായിരുന്നു. ഇന്നത്തെ പല കോണ്ടിനെൻറ്റുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നുവരെ പറയപ്പെടുന്നു. വിഷ്ണു പുരാണത്തിലാണ് ഈ ഭാരതവർഷത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം ഉള്ളത്. ഇത് ഒരു സമുദ്രത്തിൻ്റെ നോർത്തും ഒരു പർവ്വതത്തിൻ്റെ സൗത്തും ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ ഭാരതവർഷം എന്ന് പറയുന്ന ഈ വലിയൊരു ദേശം അവിടെ ഒരു രാജാവ് ഭരിച്ചിരുന്നു എന്ന് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഭാരതവർഷം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ ബ്രഹ്മാന്ത് എന്ന് പറയുന്ന ബ്രഹ്മാന്തിൽ ഇതൊരു സ്ക്രിപ്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. അതിൽ പറയുന്നത് ദി എൻറ്റയർ എർത്ത് ഈസ് കാൾഡ് ഭാരതവർഷ എന്നാണ്. അതായത് മൊത്തം ലോകത്തെ ഭാരതവർഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും അതിൽ തന്നെ ഹിമാലയത്തിൻ്റെ സൗത്തായിട്ടുള്ള ഭാഗത്തെയാണ് ഭാരതവർഷ എന്ന് വിളിച്ചിരുന്നത് എന്ന് പറയുന്നു. ഈ ഭാരതവർഷത്തെ ആര്യവർത്ത എന്നും പറയപ്പെട്ടിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഋഗ്വേദത്തിലാണ്. സപ്തസിന്ധു, അതുപോലെ സപ്തസിന്ധു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ആര്യന്മാർ താമസിച്ച സ്ഥലത്തെയാണ് സപ്തസിന്ധു എന്ന് ഋഗ്വേദത്തിൽ പറയുന്നത്. സോ ഈ ഭാരതവർഷത്തെ ആര്യവർത്ത എന്നും പറയുന്നുണ്ട്. ഇതേ ദേശത്തെയാണ് പിന്നീട് സപ്തസിന്ധു എന്ന് പറയുന്ന ആര്യൻ ഇൻഹാബിറ്റ് ചെയ്ത സ്ഥലത്തെ വിളിച്ചത് എന്ന് മനസ്സിലാക്കണം. സോ ഈ ഭാരതവർഷ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊന്ന്, ഈ ഭരത എന്ന് പറയുന്ന രാജാവും പിന്നെ വിഷ്ണു പുരാണത്തിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനയും, അതായത് നോർത്ത് ഓഫ് ഓഷ്യനും സൗത്ത് ഓഫ് ഒരു പർവ്വതത്തിൻ്റെ ഒരു മൗണ്ടെയിനാണ് പരാമർശിച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഒരു സ്ക്രിപ്ചറൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൻ്റെ പേര് ബ്രഹ്മാന്ത് എന്നാണ്. ഇതിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ സൗത്ത് ഭാഗം മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ഭാരതദേശം എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മറ്റൊരു ടേം ഈ ഭാരതവർഷ തന്നെയാണ് ആര്യവർത്ത എന്നറിയപ്പെട്ടിരുന്നത്. ഋഗ്വേദത്തിൽ ഇത് സപ്തസിന്ധു എന്നാണ് അറിയപ്പെടുന്നത്. അത് ആര്യന്മാർ ആദ്യമായിട്ട് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് മോഡേൺ ഇന്ത്യയിലേക്ക് വന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ഒരു ഭാരത എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഭാരത് എന്ന് പറയുന്നത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതാണ് ഭാരതവർഷത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത് സഭാസമിതി. സഭാസമിതി പേര് പോലെ തന്നെ
രണ്ട് ഗ്രൂപ്പുകളാണ്, രണ്ട് അസംബ്ലികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വേദകാലഘട്ടത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ടേം നമുക്ക് എടുത്ത് നോക്കിയാൽ സഭ എന്ന് പറയുന്നത് എൽഡർ ക്ലാസ്, അത് വയസ്സുകൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും, ഒരു നോബിൾ ക്ലാസ്, അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്, ബ്രാഹ്മൺസ് ഉൾക്കൊള്ളുന്നത്, അപ്പോൾ അതുപോലെ തന്നെ റിച്ച് പീപ്പിൾ ഉൾക്കൊള്ളുന്ന ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അസംബ്ലിയെയാണ് സഭ എന്ന് പറഞ്ഞിരുന്നത്. ഈ സഭ എന്ന് പറയുന്ന ഈ ഒരു അസംബ്ലിയുടെ ധർമ്മം എന്ന് പറയുന്നത് ജുഡീഷ്യൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു. പിന്നെ മറ്റൊന്നാണ് സമിതി എന്ന് പറയുന്നത്. സമിതി എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ ട്രൈബുകളുടെയൊക്കെ ഒരു കൂട്ടത്തെയാണ് സമിതി എന്ന് പറയുന്നത്. ഈ സമിതിയാണ് അക്കാലങ്ങളിൽ രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമിതിയിൽ രാജാവും അസംബിൾ ചെയ്തിരുന്നു, രാജാവും ഇതിൽ പങ്കെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാലും ഈ ജുഡീഷ്യൽ മാറ്റേഴ്സിൽ ഈ സമിതിക്ക് റോൾ ഉണ്ടായിരുന്നില്ല, അത് സഭയാണ് കൈകാര്യം ചെയ്തിരുന്നത്. മാത്രമല്ല ഈ ജുഡീഷ്യറിയുടെ ഹെഡ് എന്ന് പറയുന്നത് രാജാവ് തന്നെയായിരുന്നു. ഈ സഭ എന്ന് പറയുന്നതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരെ സഭാപതി എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്, വിളിച്ചിരുന്നത് എന്നും കാണാൻ കഴിയും. പക്ഷേ പിൽക്കാലത്ത് ലേറ്റർ വേദിക്കൊക്കെ വരുന്ന ഈ സമയത്ത് ഈ സഭാ സമിതിയൊക്കെ സഭ ഒരു അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സായി മാറുകയും സമിതി മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. സോ സഭാ സമിതി എന്നുള്ളത്, സഭ എന്ന് പറയുന്ന എൽഡർ ക്ലാസ്സാണ്, നോബിൾ ക്ലാസ്സാണ്, റിച്ച് ക്ലാസ് ആണെന്ന് മനസ്സിലാക്കുക. സമിതി കോമൺസിൻ്റെയാണ്, അവരുടെ ധർമ്മം രാജാവിനെ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു. രാജാവ് അതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. സഭ ജുഡീഷ്യൽ മാറ്റേഴ്സ് ആയിരുന്നു, സ്ത്രീകളെ സഭാപതി എന്നാണ് വിളിച്ചിരുന്നത്. എന്നീ കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് വർണ്ണാശ്രമമാണ്. വർണ്ണാശ്രമം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ ഘട്ടങ്ങളെയാണ് അതായത് ആര്യൻ സൊസൈറ്റിയിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ ലൈഫ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ കഴിയും. ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ ക്ലാസ്സിലൂടെ ആണ് മനുഷ്യൻ ജീവിതം തുടങ്ങി അവസാനിപ്പിച്ചിരുന്നത് എന്ന് പറയാൻ കഴിയും. സോ വർണ്ണാശ്രമത്തിൽ 4 ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. നാല് ലൈഫ് സ്ട്രക്ചറുകളാണ് ഉണ്ടായിരുന്നത്. അത് തുടങ്ങുന്നത് ബ്രഹ്മചര്യത്തിലാണ്. ബ്രഹ്മചര്യത്തിൽ നിന്നും എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ലൈഫാണ്. സാധാരണ ഒരു കുട്ടി പഠനം ആരംഭിച്ച് പഠനം അവസാനിപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പിന്നീട് ഗൃഹസ്ഥനാവും. കല്യാണം കഴിച്ചതിന് ശേഷം ഹൗസ് ഹോൾഡിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു സെറ്റിൽഡ് ഫാമിലി മാനായി മാറുക എന്നുള്ള കാലമാണ് ഈ പറയുന്ന ഗൃഹസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് അവൻ തൻ്റെ വീട് ഉപേക്ഷിച്ച് പോകുന്ന കാലഘട്ടമാണ് വാനപ്രസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു വാണ്ടറിങ് ലൈഫിലേക്ക് തൻ്റെ സുഖലോലുപതയും തൻ്റെ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് വാനപ്രസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് മുഴുവനായിട്ടും ഡിവോഷനിലേക്ക്, ഭക്തിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് സന്യാസ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നെ ഒരു തിരിച്ചുപോക്കില്ല, അതിലാണ് പിന്നെ എൻഡ് ചെയ്യുന്നത്. ഈ വർണ്ണാശ്രമ സിസ്റ്റത്തെക്കുറിച്ച് പുരുഷസൂക്തത്തിലെ, ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അവസാനത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് വേദാന്തയാണ്. വേദാന്ത കുറച്ചുകൂടി ബ്രോഡായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇവിടെ വാരിയസ് ഈ ഹിന്ദു ഫിലോസഫിയിൽ 6 തരത്തിലുള്ള സ്കൂൾസ് ഉണ്ട്. ഓർത്തഡോക്സ് സ്കൂൾസ് ഓഫ് ഹിന്ദു ഫിലോസഫി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് അറിയാതിരിക്കും. ന്യായ, വൈശേഷിക, ദെൻ സാഖ്യ, യോഗ, പൂർവമീമാംസ, വേദാന്ത അല്ലെങ്കിൽ ഉത്തരമീമാംസ, ബ്രഹ്മമീമാംസ എന്നൊക്കെ അറിയപ്പെടുന്ന വേദാന്ത. സോ ഈ വേദാന്തത്തിലാണ് നമ്മൾ ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് 5. അപ്പോൾ 6 ഫിലോസഫി, സ്കൂൾസ് ഓഫ് ഫിലോസഫി നിങ്ങൾ ഓർത്ത് വെക്കുക. ന്യായ, വൈശേഷിക, സാഖ്യ, യോഗ, പൂർവമീമാംസ, വേദാന്ത. സോ വേദാന്ത എന്താണെന്ന് നോക്കാം. 6 ഫിലോസഫിയിലെ ഒരു ഫിലോസഫിയാണ്, സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് വേദാന്ത എന്ന് പറയുന്നത്. പേര് ഉദ്ദേശിക്കുന്നത് പോലെ ഇറ്റ് ഈസ് വേദ അന്ത, വേദ എൻഡ് ഓഫ് വേദ. സോ ഇറ്റ് ഈസ് പൂർവമീമാംസ, ഉത്തരമീമാംസ അല്ലെങ്കിൽ എൻഡ് ഓഫ്
ലേറ്റർ പാർട്ട് ഓഫ് വേദ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രഹ്മ മീമാംസ. സോ ഇത് വേദാന്ത മീമാംസ അല്ലെങ്കിൽ ഉത്തര മീമാംസ, ബ്രഹ്മമീമാംസ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വേദാന്ത മീമാംസ എന്ന് പറയുന്നത് വേദാന്തയുടെ റിഫ്ലക്ഷനാണ്. ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ലേറ്റർ പാർട്ടിൻ്റെ റിഫ്ലക്ഷനാണ്. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ബ്രഹ്മ എന്ന് പറയുന്ന ബ്രഹ്മമീമാംസ. ഇത് മറ്റ് പല സബ് ട്രഡീഷൻസിനും, അതായത് ഡ്യുവലിസം മുതൽ നോൺ ഡ്യുവലിസം വരെയുള്ള ഇതിൻ്റെയൊക്കെ ഒരു ഹെഡ്, ഒരു അംബ്രലയായിട്ട് വർത്തിച്ചിരുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. ഇതിന് ഒരു സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു 5 തരത്തിലുള്ള സബ് ക്ലാസിഫിക്കേഷനാണ് ഈ വേദാന്തത്തിൽ ഉൾപ്പെടുന്നത്. അത് നമ്മുടെ ശങ്കരാചാര്യരുടെ അദ്വൈത ഫിലോസഫി മുതൽ തുടങ്ങുന്നതാണത്. സോ വേദാന്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ 5 തരത്തിലുള്ള സബ് ഡിവിഷനാണുള്ളത്. അതാണ് ഫസ്റ്റ്, അത് അദ്വൈതമാണ്. ശങ്കരാചാര്യർ പ്രൊപ്പോണ്ട് ചെയ്ത അദ്വൈത വേദാന്ത അല്ലെങ്കിൽ അദ്വൈത എന്നറിയപ്പെടുന്നു. ഇത് പറയുന്നത് ആകെ ഒരു റിയാലിറ്റി മാത്രമേ ഉള്ളൂ, അതായത് ഏകത്വത്തിലേക്കാണ് ഈ ഒരു വേദാന്ത വിരൽ ചൂണ്ടുന്നത്. ആകെ ബ്രഹ്മ എന്ന് പറയുന്ന ഒരേ ഒരു എക്സിസ്റ്റൻസേ ഉള്ളൂ. ബാക്കിയുള്ള യൂണിവേഴ്സ്, പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും, ഇതൊക്കെ ഒരു മായയാണ്, ഇതൊന്നും റിയാലിറ്റി അല്ല എന്നുള്ളതാണ് ഈ അദ്വൈത ഫിലോസഫി വിശ്വസിക്കുന്നത്. ഈ അദ്വൈത ഫിലോസഫിയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏകത്വമാണ്. ബ്രഹ്മ എന്ന് പറയുന്നത് മാത്രമേ റിയാലിറ്റി ഉള്ളൂ, ബാക്കിയൊക്കെ അൺറിയലാണ്, അതൊക്കെ മായയാണ് എന്നാണ് പറയുന്നത്. ദ്വൈത ഫിലോസഫി പറയുന്നത് മാധവാചാര്യാണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്തത്. മാധവാചാര്യയുടെ ദ്വൈത ഫിലോസഫി പറയുന്നത് ഈ അദ്വൈതം പോലെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. ബ്രഹ്മ എന്ന് പറയുന്നതും ഉണ്ട്, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടാണ്, രണ്ടും ഭിന്നമാണ്, രണ്ടും നിലനിൽക്കുന്നുണ്ട്, രണ്ടെണ്ണമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് ദ്വൈത വേദാന്തം. ദെൻ ബാക്കിയുള്ളതൊക്കെ ഇതുമായി ഈ 2 മേജർ ഫിലോസഫിയുടെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ബാക്കിയുള്ളതെന്ന് നമുക്ക് പറയാം. വിശിഷ്ട വേദാന്ത അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈത എന്ന് പറയുന്ന രാമാനുചാര്യയുടെയാണ്. ഇത് പറയുന്നത് ക്ലാസിഫൈഡ് നോൺ ഡ്യുവലിസം, അതായത് ഇതും അതായത് അദ്വൈത ഏകത്വത്തിലേക്ക് തന്നെയാണ് ഇതും. ഈ രാമാനുചാര്യയുടെ വിശിഷ്ടാദ്വൈതം, അതിലുമുണ്ട് അദ്വൈതം, ഏകത്വമാണ്, അതിലും പറയുന്നുണ്ട്. പക്ഷെ ചില ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ബ്രാഹ്മൺ എന്ന് പറയുന്ന, ഈ ബ്രഹ്മ എന്ന് പറയുന്ന ഈ ഒരു സുപ്രീം കൺസെപ്റ്റ്, അതൊരു സുപ്രീം റിയാലിറ്റിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന യൂണിവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യൻ, ഈ പറയുന്ന സോൾ, ആത്മാവ് എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ ഈ ഒരു ബ്രഹ്മാവിൻ്റെ ആട്രിബ്യൂട്ടുകളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ ഇതൊരു അദ്വൈത ഫിലോസഫി വിശ്വസിക്കുന്നത് പോലെ ഇതൊരു മായയല്ല, ഇതൊക്കെ റിയാലിറ്റിയാണ്. പക്ഷേ ഒരു ഏകത്വമാണ്. ആ ബ്രഹ്മാൻ്റെ ഭാഗമായിട്ടാണ് ഈ സോള്. ബ്രഹ്മയും സോളും വ്യത്യസ്തമല്ല. ബ്രഹ്മയും സോളും ഈ പറയുന്ന ഇൻഡിവിജ്വലും യൂണിവേഴ്സും ഒക്കെ ഒന്നാണ്, രണ്ടും റിയാലിറ്റിയാണ്. മറ്റേ അദ്വൈതത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ബ്രഹ്മാവ് മാത്രമാണ്, ബാക്കിയൊക്കെ മായ. പക്ഷെ ഇവിടെ വരുമ്പോൾ, ഈ വിശിഷ്ടാദ്വൈതത്തിൽ വരുമ്പോൾ പറയുന്നത് രണ്ടും റിയാലിറ്റിയാണ്. ഈ പറയുന്ന ആത്മാവും യൂണിവേഴ്സും ഈ പറയുന്ന ബ്രഹ്മാവും ഒക്കെ ഉണ്ട്, ഇതൊക്കെ റിയാലിറ്റിയാണ്, ഒന്നും മായയല്ല. പക്ഷെ ഒന്നിന് അനുബന്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, ഈ ബ്രഹ്മ തന്നെയാണ് ഇതൊക്കെ, ബ്രഹ്മാവിൻ്റെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ള വിശ്വാസമാണ് വിശിഷ്ടാദ്വൈത രാമാനുചാര്യ. ദെൻ ഭേദാഭേദ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. അതായത് അദ്വൈതത്തെയും ദ്വൈതത്തെയും ഉൾക്കൊള്ളുന്നതെന്ന് പറയാം. അതായത് ഈ പറയുന്ന ബ്രഹ്മയും അതുപോലെ തന്നെ സോളും വ്യത്യസ്തമാണ്, വ്യത്യസ്തമല്ല എന്നീ 2 കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഈ ഫിലോസഫി പറയുന്നത് നമ്മുടെ സമുദ്രം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമാണല്ലോ തിരമാല, അതുപോലെയാണ് ഈ പറയുന്ന ബ്രഹ്മയും സോളും എന്ന് പറയുന്നത്. അതായത് ഒന്ന് തന്നെയാണ് എന്നാൽ വ്യത്യസ്തമാണ്. കടലിൽ തിരമാലകളുണ്ട്. സോ തിരമാല കടലിൻ്റെ ഭാഗമാണ്, പക്ഷേ തിരമാല മറ്റൊരു എൻറ്റിറ്റി അല്ലേ, തിരമാലയാണ്. അങ്ങനെ ഭേദാഭേദ രണ്ടിനെയും തള്ളാത്തൊരു ഫിലോസഫിയാണ് ഭേദാഭേദ എന്ന് പറയുന്ന ഈ ഒരു ഫിലോസഫി. അത് ഭാസ്കരയാണ് പ്രൊപ്പോണ്ട് ചെയ്തത്. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായ ചൈതന്യൊക്കെ അറിയാം, ചൈതന്യ അതിൻ്റെ മെയിൻ പ്രൊപ്പോണ്ടറായി മാറി. ദെൻ മറ്റൊന്ന് ലാസ്റ്റത്തെ ഈ ഫിലോസഫിയിൽ മറ്റൊന്നാണ് കേവല അദ്വൈത എന്ന് പറയുന്നത്.
കേവല അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ കുറച്ചുകൂടി കുറച്ചുകൂടി മോഡറേറ്റ് അല്ലാത്ത ഭയങ്കര കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. അതായത് ഈ പറയുന്ന അദ്വൈതത്തിൽ പറയുന്നത് ബ്രഹ്മയാണ് റിയാലിറ്റി, ബാക്കിയുള്ളതൊക്കെ ഒരു മിത്താണ്, അല്ലെങ്കിൽ അതൊക്കെ അൺറിയാലിറ്റി ആണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പറയുന്നത് ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല, ബാക്കിയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ബാക്കി പറയുന്ന ബ്രഹ്മ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കേവല അദ്വൈതം മുന്നോട്ട് വെക്കുന്നത്. ഇത് മുന്നോട്ട് വെച്ചത് ആദിശങ്കരൻ്റെയൊക്കെ ഗുരുവിൻ്റെ ഒക്കെ ഗുരു എന്ന് വിളിക്കാവുന്ന ഗരുഡപ്പനാണ്. ഈ ഗരുഡപ്പയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ 5 ഫിലോസഫി നിങ്ങൾ ഓർത്തു വെക്കണം. അതായത് അദ്വൈതം എന്ന് പറയുന്ന ശങ്കരാചാര്യൻ്റെ റിയാലിറ്റിയും അൺറിയാലിറ്റിയുമാണ് അവിടെ ഉള്ളത്. റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ മിഥ്യയാണ്. ദ്വൈതത്തിലേക്ക് വരുമ്പോൾ മാധവാചാര്യരാണ്, രണ്ടുമുണ്ട്. യൂണിവേഴ്സ് സോൾ എന്ന് പറയുന്നത് കൊണ്ട് ബ്രഹ്മാവുണ്ട്, രണ്ടും റിയാലിറ്റിയാണ്. വിശിഷ്ടാദ്വൈത വേദാന്തത്തിലേക്ക് വരുമ്പോൾ അത് രാമാനുചാര്യാണ്. അവിടെ എന്താ വെച്ചാൽ ഏകത്വമാണ്, പക്ഷേ രണ്ടും നിലനിൽക്കുന്നുണ്ട്. അതായത് ബ്രഹ്മയുണ്ട്, യൂണിവേഴ്സും സോളും ഒക്കെ ഒരു ഭാഗത്തുണ്ട്, ബ്രഹ്മ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ രണ്ടും ഒന്നാണ് എന്ന് പറയുന്നതാണ്, മിഥ്യയല്ല എന്ന് പറയുന്നതാണ്. ഭേദാഭേദം എന്ന് പറയുന്നത് ഇത് ഡിഫറൻ്റ് ആണ് പക്ഷെ സെയിം ആണ് എന്ന് പറയുന്നത് കടലിലെ തിരമാല പോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത് ഭാസ്കരനാണ് മുന്നോട്ട് വെച്ചത്, പിന്നീട് ചൈതന്യമൊക്കെ ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ കേവലാദ്വൈതം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഫോം ഓഫ് അദ്വൈതയാണ്. അതായത് ബാക്കി മിഥ്യ എന്ന് പറയുന്ന ഈ പറഞ്ഞ യൂണിവേഴ്സ്, ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയുന്ന മിഥ്യൊന്നുമില്ല, അത് ഇല്ല. ബ്രഹ്മ മാത്രമാണ് റിയാലിറ്റി, ബാക്കിയെല്ലാം അൺറിയാലിറ്റിയാണ്. സോ ഇവിടെ ഇത് ഈ 5 ഫിലോസഫിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽ എന്ന് മനസ്സിലാക്കും. അതാണ് വേദാന്തത്തിൽ പറയുന്നത്. പിന്നെ ഈ പറയുന്ന വേദാന്ത ബന്ധപ്പെട്ടിരിക്കുന്നത് 2 ഫിലോസഫിയിൽ, 2 ഈ സ്കൂൾ ഓഫ് ഫിലോസഫി നമ്മൾ പറഞ്ഞ 5 ഫിലോസഫിയിൽ 2 ഫിലോസഫിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അത് യോഗ, അതുപോലെ ന്യായ എന്നിവയാണ്. സോ യോഗയും ന്യായവുമായി ബന്ധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന വൈഷ്ണവിസം, ശൈവിസം, അതുപോലെ ശക്തിസം, ഇവയൊക്കെ ഈ വേദാന്തത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ മറ്റൊരു 3 തരത്തിലുള്ള ഈ വേദാന്തവുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങളാണ് ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രങ്ങളും ഭഗവത്ഗീതയും. ഏതൊക്കെയാണ്? ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര എന്നീ പറയുന്ന 3 ടെക്സ്റ്റുകളാണ് ഫണ്ടമെൻ്റൽ ബുക്സ് ഓഫ് വേദാന്ത എന്ന് പറയപ്പെടുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഭാരതവർഷം പറഞ്ഞു. ഭാരതവർഷം എന്ന് പറയുന്നത് വിഷ്ണു പുരാണത്തിലുണ്ട്, മറ്റ് സ്ക്രിപ്ചർ ഡിസ്ക്രിപ്ഷൻ ആയിരുന്ന ബ്രഹ്മാന്തിൽ പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തിൽ പറയുന്നത് സൗത്ത് ഓഫ് മൗണ്ടെയിൻ ആൻഡ് നോർത്ത് ഓഫ് ഓഷ്യൻ എന്ന് പറയുന്നതിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ഈ പറയുന്ന ഭരത എന്ന് പറഞ്ഞ രാജാവിനെ ഓർക്കുക. അതുപോലെ പിന്നീട് ഈ ആര്യവർദ്ധ എന്ന് പറയപ്പെടുന്നതും ഈ പറയുന്ന ഭാരതവർഷം തന്നെയാണ്. പിന്നെ ഈ സപ്തസിന്ധു എന്ന് പറയുന്നത് പിന്നീട് സപ്തസിന്ധുവായി. ആര്യന്മാരുടെ വേദത്തിൽ പറയുന്നത് സപ്തസിന്ധുവാണ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പിന്നെ സഭാസമിതി വരുമ്പോൾ 2 അസംബ്ലിയാണ്. സഭ എന്ന് പറയുന്ന എൽഡേഴ്സിൻ്റെ, സമിതി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൈബ്സിൻ്റെ. സോ സഭ ജുഡീഷ്യറി മാറ്റേഴ്സും, സമിതി എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് കിങ് കാര്യങ്ങളും ചെയ്തിരുന്നു. പിന്നെ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ വില്ലേജിൽ ഒരു വില്ലേജ് ഹെഡായിരുന്നു. ഈ മിലിറ്ററി സമയത്തൊക്കെ ആളുകളെ അതിലേക്ക് നയിക്കുന്നതും പിന്നെ അതുപോലെ ഈ സഭാസമിതിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈ വില്ലേജ് ഹെഡ്മാനാണ്, ഗ്രാമണിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നീട് പറഞ്ഞത് വർണ്ണാശ്രമമാണ്. പുരുഷസൂക്തത്തിൽ, ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിൽ മനുഷ്യൻ്റെ ലൈഫ് പോകേണ്ട 4 ഘട്ടങ്ങളാണ്. ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, ശ്രമ, വാനപ്രസ്ഥ, സന്യാസം. പിന്നെ വേദാന്തമാണ്. വേദാന്തം എന്ന് പറയുന്നത് 6 ഹിന്ദു സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? ന്യായ, വൈശേഷിക, സാംഖ്യ, യോഗ,
പൂർവമീമാംസ, ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത അല്ലെങ്കിൽ ബ്രഹ്മമീമാംസ എന്നൊക്കെ അറിയപ്പെടുന്നു. വേദാന്ത കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റ് 2 സ്കൂൾസ് ഓഫ് ഫിലോസഫി ന്യായയും അതുപോലെ യോഗയുമാണ്. ഇതിന് 4-5 സബ് ഡിവിഷൻസ് ഉണ്ട്. അതാണ് അദ്വൈത വേദാന്ത, ദ്വൈത വേദാന്ത, വിശിഷ്ട അദ്വൈത, ഭേദ വേദാന്ത, കേവല അദ്വൈത. അദ്വൈത വേദാന്തം ഏകത്വം, ബ്രഹ്മക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ബാക്കിയൊക്കെ ഒരു ഇല്യൂഷനാണെന്ന് പറയുന്നു. ഇല്ലയെന്നല്ല, ഇല്യൂഷനാണെന്ന് പറയുന്നു. അത് ശങ്കരാചാര്യരുടെയാണ്. ദ്വൈത വേദാന്തം മാധവാചാര്യരുടെയാണ്. രണ്ടും റിയാലിറ്റിയാണ്. ബ്രഹ്മയുണ്ട്, സോളും ഉണ്ട്. വിശിഷ്ടാദ്വൈതത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സോളും ഇൻഡിവിജ്വലൊന്നും മിഥ്യയല്ല, അതൊക്കെ റിയാലിറ്റി തന്നെയാണ്, പക്ഷേ ബ്രഹ്മയുടെ ഭാഗമാണെന്ന് പറയുന്നു. ഭേദ രണ്ടും തള്ളുന്നില്ല, ഉണ്ട് ഇല്ല എന്നുള്ളതിലാണ്. അതായത് കടലിലെ തിര പോലെയാണ് ഈ പറയുന്ന ബ്രഹ്മയും ആത്മാവും എന്ന് പറയുന്നു. കേവലാദ്വൈതം പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ബ്രഹ്മ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ അൺറിയാലിറ്റിയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന വൈഷ്ണവിസവും ശൈവിസവും അതുപോലെ തന്നെ ശക്തിസമൊക്കെ ശക്തിസത്തിൽ നിന്നൊക്കെ ഈ വേദാന്ത ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. പിന്നെ 3 ഫണ്ടമെൻ്റൽ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രയും അതുപോലെ ഭഗവത്ഗീതയുമാണ് എന്ന് പറയും. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതിരിക്കുക. അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ് സെറ്റ് ചെയ്യാൻ കഴിയുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം